ഹായ് നമസ്കാരം. മേമലക്കാരൻ ബൈജുവിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. പ്രിയമുള്ളവർ, ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ പീരുമേട് ഗ്രാമപഞ്ചായത്ത് 1-ാം വാർഡ് നമ്മുടെ വുഡ്ലാൻഡ്സിൻ്റെ ഇപ്പുറത്ത് ഒരു ചെറിയൊരു അമ്പലമുണ്ട്, നമ്മുടെ LMS പോകുന്ന വഴിക്ക്. അവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ഇന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ കാലാവസ്ഥ വളരെ രൂക്ഷമേറിയ കാലാവസ്ഥയാണ്. വെയിലെന്ന് പറഞ്ഞാൽ അമിത വെയില, വറ്റി വരണ്ട കാലാവസ്ഥ ആയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം വെള്ളത്തിന് വളരെയേറെ ബുദ്ധിമുട്ട് കാണപ്പെടുകയാണ്. അന്നേരത്തേക്കാണ് ഞാൻ എൻ്റെ കണ്ട കാഴ്ച നമ്മുടെ അധികാരികളുടെ മുമ്പിൽ എത്തിക്കുവാൻ വേണ്ടിയാണ് ഈ വീഡിയോ എടുക്കുന്നത്. ഇപ്പോൾ വെള്ളത്തിന് വാങ്ങിക്കുന്നതെന്ന് പറഞ്ഞാൽ എങ്ങനെ പോയാലും 1000 ലിറ്ററിന് 800 രൂപ എത്ര കൊടുക്കണം തോന്നുന്നു. ആ കണ്ടീഷനായ സ്ഥിതിക്ക് ഏത് വെയിൽ എത്രമാത്രം കാലാവസ്ഥ രൂക്ഷമായാൽ പോലും നമ്മുടെ ഈ ഭാഗത്ത് ഒരിക്കലും വെള്ളം പറ്റുന്നില്ല. ഈ ഭാഗത്തൊക്കെ വെള്ളം ഇത് വെറുതെ പാഴായി പോവുകയാണ് കേട്ടോ. അന്നേരത്തേക്ക് ഇതിലെ ബന്ധപ്പെട്ട ഇവിടെ വാർഡ് മെമ്പറോ അല്ലെങ്കിൽ അതിന് ഉത്തരവാദിത്തപ്പെട്ടുള്ള മേൽക്കൊണ്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർ വന്ന് ഈ പരിസരത്ത് ശാസ്ത്രീയമായി ഒരു പരിശോധന നടത്തി ഒരു കിണറൊക്കെ ആണെങ്കിൽ കുഴിച്ച് അതിനനുസരിച്ച് നീറ്റായിട്ട് ഒരു ചെറിയ കാര്യങ്ങളൊക്കെ കെട്ടി ഏകദേശം ഈ സൈഡിൽ നിന്ന് അത് അങ്ങേ അറ്റം വരെ വെള്ളത്തിൻ്റെ ഒരു അംശം ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അത് ശാസ്ത്രീയമായിട്ട് ചെറിയ നിഗമനം നടത്തിയെങ്കിൽ മാത്രമേ അതിന് പരിഹാരം കണ്ടെത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളത് പരിഹാരം കണ്ടെത്തുകയാണെങ്കിൽ സാധാരണപ്പെട്ട എല്ലാ ജനങ്ങൾക്കും ഒരു ഉപകാരപ്രദമായിരിക്കും. കാരണം ഈ കാലഘട്ടത്തിൽ കുടിവെള്ളം എന്ന് പറയുമ്പോൾ മനുഷ്യന് ഏറ്റവും അനിവാര്യ ഘടകമാണ്. വെള്ളം മനുഷ്യന് ഏറ്റവും വലിയ അത്യാവശ്യ ഘടകമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യത കണ്ടോ. ഇതൊക്കെ നല്ല വെള്ളമുള്ള ഒരു ചെറിയൊരു ചതിപ്പാണ്. അപ്പോൾ വെള്ളം പ്രത്യേകിച്ച് ഉണ്ടല്ലോ, ഇത് വറ്റാത്ത ഒരു ഉറവ ഇവിടെ നിലവിൽ ഉണ്ട് കേട്ടോ. അത് ഏത് കാലാവസ്ഥ എത്രമാത്രം കാറ്റടിച്ചാലും എത്രമാത്രം രൂക്ഷമായ വെയിലടിച്ചാൽ പോലും വറ്റാത്ത ഒരു ഉറവയാണ്. അപ്പോൾ അത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ്. മനസ്സിലാക്കുകയാണെങ്കിൽ അത് ഗുണം ചെയ്യും കേട്ടോ. അത് പിന്നെ അതിനോടൊപ്പം വേറൊരു സംഭവം കൂടെ ഞാൻ സൂചിപ്പിക്കാം. നമ്മുടെ റോഡിൻ്റെ ശോചനാവസ്ഥ അത് ഇപ്പോൾ കാണിച്ചു തരാവേ. പോമേ. അതോടൊപ്പം ഞാൻ ഒരു കാര്യം കൂടെ സൂചിപ്പിക്കുകയാണ്. നമ്മുടെ ഈ റോഡിൻ്റെ ഇത് ഇവിടെ നിന്ന് തുടക്കം കാണിക്കുകയാണ്. ജസ്റ്റ് നമുക്ക് കോട്ടയം കട്ടപ്പന റൂട്ടിൽ ഷോർട്ട് കട്ടായിട്ട് നമ്മുടെ മേമലയ്ക്ക് തൊട്ട് താഴെ വുഡ്ലാൻഡ്സിൽ നമ്മളിരുന്ന് ഷോർട്ട് കട്ട് നമ്മുടെ കുമിളിക്ക് പോകാനായിട്ട് എളുപ്പ വഴിയുണ്ട് ഇതിൽ കൂടെ. അതായത് പീരുമേട് ചുറ്റാതെ ഒരു 5 കിലോമീറ്റർ ലാഭിക്കാവുന്ന ഒരു ഭാഗമാണ് ഇതിൽ കൂടെ. അപ്പോൾ അനവധി വാഹനങ്ങളിൽ എഴുപ്പ് വഴിക്ക് ഇതിലെ കൂടെയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. പ്രത്യേകിച്ച് ഇവിടെ എസ്റ്റേറ്റിലെ എല്ലാ ജനങ്ങളും അത്യാവശ്യം LMSലോ പാമ്പനാറ്റിലോ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ പോകണമെങ്കിൽ ഇത് തന്നെ പോകും. അതിൽ കൂടെ ചുറ്റാതെ ഇതിൽ കൊണ്ടത്. പക്ഷേ ഈ റോഡിൻ്റെ പോരായ്മകൾ എന്ന് പറയുന്നത് നിരവധി പ്രാവശ്യം ഞാൻ വീഡിയോയും അതിലൂടെ അധികാരികളിൽ എത്തിച്ചിട്ടുണ്ട്. പക്ഷേ എന്തോ നിർഭാഗ്യവശാൽ അത് ഇതുവരെയായിട്ടും സാഫല്യമാകുന്നില്ല. അപ്പോൾ ഒന്നുകൂടെ ഞാൻ സൂചിപ്പിക്കുകയാണ്, നമ്മുടെ റോഡ് വളരെ മോശമാണ്. ഇവിടെ നിന്ന് അങ്ങേയറ്റം പാമനാർ വരെ ഇതിൻ്റെ ഉദ്യോഗസ്ഥർ ഇതിലെ കൂടെ യാത്ര ചെയ്തെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തുള്ളൂ ഇതിൻ്റെ പോരായ്മകൾ. അപ്പം വാക്കാൽ പറയുന്നതല്ല, നിങ്ങൾ നേരിൽ കണ്ടെങ്കിൽ മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. വളരെ മോശമാണ്. യാത്രക്കാർക്ക് വളരെ കുഞ്ഞു കുട്ടികളുണ്ട്, പഠിക്കുന്ന സ്കൂൾ വണ്ടി ഇതിലെ കൂടെ പോകുന്നുണ്ട്, അതുപോലെ വലിയ വാഹനങ്ങൾ പോകുന്നുണ്ട്, എസ്റ്റേറ്റിൽ വണ്ടികളൊക്കെ പോകുന്നുണ്ട്, അതുപോലെ മറ്റ് ടൂറിസ്റ്റ് വാഹനങ്ങൾ പോകുന്നുണ്ട്. കാരണം ഇവിടെ ക്ലബ്ബുകൾ മറ്റേ എന്താ പറയുക ടൂറിസ്റ്റ് റിസോർട്ടുകൾ കാര്യങ്ങളൊക്കെ ഈ പരിസരത്തൊക്കെ ഉണ്ട്. ഇവിടെ നിന്ന് ഏകദേശം പാമനാർ വരെ കട്ടറാണ് കേട്ടോ. അപ്പോൾ അതുശേഷം നിങ്ങൾ അത് ഏകദേശം ഇവിടുന്ന് 7 കിലോമീറ്റർ എത്ര കാണുന്നു തോന്നുന്നു പാമനാർ വരെ. അത് മൊത്തം കട്ടറാണ്. ഒരു കാരണവശാൽ അത്യാവശ്യം ഒരു ആശുപത്രി കേസിട്ട് പോയപ്പോൾ ഈ പരിസരത്ത് ഇപ്പോൾ താമസിക്കുന്ന ആൾക്കാർക്കൊക്കെ ഒരു മോടപ്പറ ഇരുന്നോ അല്ലെങ്കിൽ പെട്ടെന്ന് പീരുമേടി പോകണമെന്ന് പറഞ്ഞാൽ പാമനാർ ചുറ്റി പോകുന്ന കണ്ട് പെട്ടെന്ന് ഇതിൽ കൂടെ പീരുമേടി പോകാം, അല്ലെങ്കിൽ പെട്ടെന്ന് തൊട്ടടുത്ത് എലപ്പറയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാം. പക്ഷേ ഇതെല്ലാം വളരെയേറെ യാത്രാക്ലേശമായി കാണപ്പെടും. ഈ റോഡിൻ്റെ ഒരു പോരായ്മ, ശോചനാവസ്ഥ അത്യാവശ്യം PWD അല്ലെങ്കിൽ മറ്റു ഉദ്യോഗസ്ഥരൊക്കെ ഇടപെടുകയാണെങ്കിൽ അല്ലെങ്കിൽ ജനപ്രതിനിധികളോ ഇടപെട്ട് ഇതിൽ കാര്യഗൗരവമായിട്ട് മനസ്സിലാക്കി കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കുകയാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ജനങ്ങൾക്ക് ഇതെന്നും ഉപകാരപ്രദമായിരിക്കും. അപ്പം എന്നെ സഹായിച്ചു തന്ന നമ്മുടെ കുഞ്ഞനാണ് കേട്ടോ, സുബിക്കുട്ടൻ. ഓക്കെ, അപ്പോൾ വളരെ സന്തോഷം. താങ്ക് യു. നിങ്ങളുടെ സപ്പോർട്ട് മാനിക്കപ്പെടുന്ന വിഷയമാണ് തന്നെയാണ്. ഞാനിപ്പോൾ നിലവിൽ LMS വരെ വന്നിരിക്കുകയാണ്. അപ്പം അതിൻ്റെ കാര്യഗൗരവങ്ങൾ ഇവിടെ നിന്ന് ഇനി പാമനാർ വരെ പോകാനുള്ള സംവിധാനം നമ്മൾ വീഡിയോ എടുത്തപ്പം അത് എടുത്തെങ്കിൽ അതിൻ്റെ പൂർണ്ണത ജസ്റ്റ് കാണിക്കേണ്ട. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വരെ വന്നത്. വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം നിങ്ങളുടെ സഹകരണമാണ് അധികാരികളിൽ എത്തുകയുള്ളൂ. അന്നേരത്തേക്കാണ് ഇത് പരിഹാരം ഉണ്ടാകത്തുള്ളൂ. പ്രത്യേകിച്ച് കുടിവെള്ളത്തിൻ്റെ കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കുക. നല്ല നല്ല സന്ദേശങ്ങളുമായിട്ട് വീണ്ടും മേമലക്കാരൻ ബൈജു നിങ്ങളെ സമീപിക്കുന്നതായിരിക്കും.